നമസ്കാരം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ മായാമാളവ് ഗൗളരാഗത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് നമുക്ക് മായാമാളവ് ഗൗളയുടെ മറ്റൊരു പ്രത്യേകത കൂടി ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നമ്മൾ മായാമാളവ് ഗൗളരാഗം അടിസ്ഥാന രാഗമായിട്ട് പഠിക്കുമ്പോൾ പ്ലെയിൻ നോട്ട്സാണ്, ഗമകങ്ങളൊന്നുമില്ലാതെ പ്ലെയിൻ നോട്ട്സാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഗുരുക്കന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ച് തരാറുള്ളത് പ്ലെയിൻ നോട്ട്സാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വരസ്ഥാനങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷമാണ്, സ്വരസ്ഥാനങ്ങൾ കിട്ടിയ ശേഷമാണ് നമ്മൾ അത് ഗമകത്തിൽ നമ്മൾ പാടുന്നത്. അപ്പം പ്ലെയിൻ നോട്ട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ സരി ഗമ പധ നി സ സാ നി ധ പ മ ഗ രി സ ഇങ്ങനെയാണ് പഠിക്കാറുള്ളത്. ഈ ആരോഹണ അവരോഹണങ്ങൾ, മായാമാളവ് ഗൗളയുടെ ആരോഹണ അവരോഹണങ്ങൾ ഗമകത്തിൽ എങ്ങനെ പാടാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. സ എന്ന് പറയുന്നത് പ്ലെയിൻ നോട്ടാണ്, അതിന് ഗമകം ഇല്ല. രീ രീ പാടുമ്പോഴത്തേക്ക് സായിൽ നിന്ന് രീയിലേക്ക് പോവാണ്. സാരി 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 രീ ഗ രിമാഗ മാഗ മാഗ മാഗ. ഗാന്ധാരമാണ് അവിടെ പറയുന്നത്, പക്ഷേ അതിനകത്ത് 3 നോട്ട്സ് വരുന്നുണ്ട്. രിമാഗ മാഗ ഗ മാ പ്ലെയിൻ നോട്ടാണ്. പഞ്ചമ അതുപോലെ തന്നെ പ്ലെയിൻ നോട്ടാണ്. പ ദ പാദ 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 നീ ദ സാനി 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 നീ സാ. അപ്പം ആരോഹണം ഇങ്ങനെയാണ് പാടുന്നത്. ഒന്നുകൂടെ നോക്കാം. സരി ഗ മ പ ധ നി സ. ഇങ്ങനെയാണ് ആരോഹണത്തിൽ സ്വരങ്ങൾക്ക് ഗമകം കൊടുക്കുന്നത്. അവരോഹണം നോക്കുകയാണെങ്കിൽ സാ പ്ലെയിൻ നോട്ട്, നീ സാനി 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 ദ ദ നിവാദ. അപ്പം അവരോഹണത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അവിടുന്ന് ടച്ച് ചെയ്ത് നീയിൽ ടച്ച് ചെയ്ത് പഞ്ചമത്തിൽ വന്നിട്ടാണ് ദൈവതത്തിലേക്ക് പോകുന്നത്. അപ്പം ദൈവതം എന്നുള്ള ഒറ്റ സ്വരം മാത്രമേ ഉള്ളൂ, പക്ഷേ 3 സ്വരങ്ങളുടെ ഛായ അതിൽ വരുന്നുണ്ട്. നിബാദ ദ പ. പഞ്ചമവും മധ്യമവും ആരോഹണത്തിലും അവരോഹണത്തിലും പ്ലെയിൻ നോട്ടാണ്. പ മ ഗ മാഗ 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 രീ രീ ഗ സാരി 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 സാ സാ പ്ലെയിൻ നോട്ട്. അപ്പം സാ നി ദ പ മ ഗ രി സ സാ രി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി
സ